നമസ്കാരം. ശബരിമല ഇഷ്യൂ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് അടുത്ത കാലത്ത് വാട്സാപ്പിൽ ഒരു സുഹൃത്ത് എഴുതി കണ്ടു, ഈശ്വരന് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ആവശ്യമുണ്ടോ? സ്വയം സംരക്ഷിക്കാൻ ശബരിമല അയ്യപ്പന് കഴിവില്ലേ? പിന്നെ എന്തിനാണ് മറ്റുള്ളവരൊക്കെ അയ്യപ്പനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്? അല്ലെങ്കിൽ സ്ത്രീ പ്രവേശനം നടന്നിട്ടുണ്ടെങ്കിൽ അത് അയ്യപ്പന് അറിയാമായിരുന്ന കാര്യമല്ലേ, അയ്യപ്പൻ അതങ്ങ് തടയാമായിരുന്നില്ലേ? അപ്പോൾ അയ്യപ്പൻ ഒരു വ്യക്തിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ആ ആൾക്ക് കുറേ ഇഷ്ടങ്ങളൊക്കെ ഉണ്ട്. ആ ആളുടെ ഇഷ്ടത്തിനനുസരിച്ചല്ലേ കാര്യങ്ങൾ പോകുന്നത്. പിന്നെ നിങ്ങളെന്തിനാ അതിലിടപെടുന്നത് എന്നൊരു ചോദ്യം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ ഈ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ, അതല്ലെങ്കിൽ ഇനിയും ആ ചോദ്യം വിട്ടിട്ട് നമ്മൾ പലരും ചെറിയ കുട്ടികളെയൊക്കെ വളർത്തിയിട്ടുള്ള നമുക്കറിയാം, മക്കളെപ്പോഴും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, എന്തിനാണ് ഗണപതിക്ക് ആനയുടെ തല? അല്ലെങ്കിൽ ആ കുട്ടി തന്നെ കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ ചോദിക്കും, ടീനേജറൊക്കെ ആയാൽ ചോദിക്കും, എന്തിനാണ് നമ്മൾ ശിവനെ ആരാധിക്കുന്നതിന് പകരം ശിവലിംഗത്തെ ആരാധിക്കുന്നത്? അതല്ലെങ്കിൽ കുറച്ച് മുതിർന്നവർക്ക് പോലും ഉള്ള ഒരു സംശയമാണ്, എന്തിനാണ് മഹാവിഷ്ണു അനന്തശയനത്തിൽ കിടക്കുന്നത്? എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പൊക്കിളിൽ നിന്നൊരു താമരയ്ക്കകത്ത് 4 തലയുള്ള ബ്രഹ്മാവിരിക്കുന്നത്? പിന്നെ വേറെ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഉള്ളത്, ക്രിസ്ത്യാനികൾക്ക് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നുള്ള, അല്ലെങ്കിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നുള്ളതുപോലെ തന്നെ ഹിന്ദുക്കൾക്ക് ബ്രഹ്മാവ് ക്രിയേറ്ററാണ്, മഹാവിഷ്ണു സസ്റ്റെയിനറാണ്, ശിവൻ ഡിസ്ട്രോയറാണ്. അങ്ങനെയൊക്കെ ഉള്ള കുറേ പാരലൽ ഡിസ്ക്രിപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഹിന്ദുവിൻ്റെ ഈശ്വര സങ്കല്പം, അല്ലെങ്കിൽ എന്താണ് ഹിന്ദുമതത്തിൻ്റെ ഈശ്വര സങ്കല്പം എന്ന് നിസ്സാരമായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുള്ള ചില സുഹൃത്തുക്കളുടെ ആവശ്യം കൊണ്ടാണ് ഇങ്ങനെ നിങ്ങളോട് ഞാൻ സംസാരിക്കാൻ തയ്യാറാകുന്നത്. ഹിന്ദുമതത്തിൻ്റെ ഈശ്വര സങ്കല്പത്തെ നമുക്ക് ഒരു 3 തലങ്ങളിൽ നിന്ന് വേണം മനസ്സിലാക്കാൻ. ആദ്യത്തെ തലം, ഇവിടെ യുഗപുരുഷന്മാരായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇടയിൽ ജീവിച്ചിരുന്നവർ, രാമനായിട്ട്, കൃഷ്ണനായിട്ട്, യേശു ക്രിസ്തുവായിട്ട്, മണികണ്ഠനായിട്ട്, മുഹമ്മദ് നബിയായിട്ട്, സ്വാമി വിവേകാനന്ദനായിട്ട്, മഹാത്മാഗാന്ധിയായിട്ട്, കാലാകാലങ്ങളിലെ രാമൻ 7000 വർഷം മുമ്പ് ജീവിച്ചു, കൃഷ്ണൻ 5000 വർഷം മുമ്പ് ജീവിച്ചു, യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് ജീവിച്ചു, മുഹമ്മദ് നബി 1400 വർഷം മുമ്പ് ജീവിച്ചു, മണികണ്ഠൻ 1000 വർഷം മുമ്പ് ജീവിച്ചു, 200 വർഷം മുമ്പ് സ്വാമി വിവേകാനന്ദനും മഹാത്മാഗാന്ധിയും ഒക്കെ ജീവിച്ചു. എന്താണ് ഇവരെയൊക്കെ നമ്മൾ യുഗപുരുഷന്മാർ, യുഗപ്രഭാവന്മാരായിട്ടൊക്കെ പറയുന്നത്? അല്ലെങ്കിൽ രാമനെയും കൃഷ്ണനെയും യേശുക്രിസ്തുവിനെയൊക്കെ നമ്മൾ അവതാരമൂർത്തികളായിട്ട് പറയുന്നത്. അപ്പോൾ നമ്മൾ പൊതുവെ കുഞ്ഞുങ്ങളോടൊക്കെ പറയണം, എന്തിനാ രാമനെ അവതരിച്ചത്, അല്ലെങ്കിൽ എന്തിനാ കൃഷ്ണനെ അവതരിച്ചതെന്ന് മക്കൾ ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? രാമൻ വന്നത് രാവണനെ കൊല്ലാൻ, കൃഷ്ണൻ വന്നത് കംസനെ കൊല്ലാൻ, അല്ലെങ്കിൽ യേശുക്രിസ്തു വന്നത് ആദവും അവയും ഏതോ ഒരു ആദിപാപം ചെയ്തതുകൊണ്ട് ആ പാപത്തിൽ നിന്നൊക്കെ നിങ്ങളെ രക്ഷിക്കാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ കഥകളൊക്കെ നമ്മൾ പറയുമെങ്കിലും സത്യത്തിൽ ഹിന്ദു സ്ക്രിപ്റ്റേഴ്സ് പറഞ്ഞിട്ടുള്ളത് മർത്യാവതാരസ്യ മർത്യശിക്ഷണം എന്നാണ്. അപ്പോൾ മർത്യനായിട്ട് ഭഗവാൻ അവതരിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മർത്യസ്വരൂപത്തിൽ ഒരു ഡിവിനിറ്റി മർത്യസ്വരൂപത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് മനുഷ്യനെ ശിക്ഷണം നൽകാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെ ജീവിക്കണം എന്ന് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഈ അവതാര പുരുഷന്മാരുടെയൊക്കെ ജീവിതം നമ്മൾ എടുത്തു നോക്കിയാൽ സത്യത്തിൽ നമ്മളൊരു ആവറേജ് മനുഷ്യൻ ജീവിക്കുന്നതിനെക്കാട്ടിൽ വളരെ അധികം ചലഞ്ചസ് ഉള്ള ജീവിതങ്ങളായിരുന്നു ഇവരൊക്കെ ജീവിച്ചത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതമാകട്ടെ, മുഹമ്മദ് നബിയുടെ ജീവിതമാകട്ടെ, കൃഷ്ണൻ്റെ ജീവിതമാകട്ടെ, മഹാത്മാഗാന്ധിയുടെ ജീവിതമാകട്ടെ, ഒക്കെ ഒരുപാട് ചലഞ്ചസ് നേരിട്ട വ്യക്തികളാണിവർ. അപ്പോൾ ഇവരൊക്കെ സാധാരണ മനുഷ്യർ എക്സ്പ്രസ് ചെയ്യുന്നതിൽ കൂടുതൽ ഡിവൈൻ ഫീച്ചേഴ്സ്, അല്ലെങ്കിൽ ഈ ചലഞ്ചസിനെയൊക്കെ വളരെ ശക്തമായിട്ട് ധീരമായിട്ട് നേരിട്ട് വളരെ ബാലൻസ്ഡ് ആയിട്ട് ജീവിച്ചു പോയവരാണിവർ. അപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു പാഠം ഉൾക്കൊള്ളാനുണ്ട്. ആ പാഠം നമ്മൾ ഉൾക്കൊണ്ട് എങ്ങനെ നമ്മൾ മുന്നോട്ട് ജീവിക്കണം. അല്ലെങ്കിൽ ഇപ്പോൾ അയ്യപ്പസ്വാമിയെ തന്നെ നമ്മൾ കലിയുഗ വരദനായിട്ടാണ് പറയുക. അപ്പോൾ കലിയുഗത്തിൽ ആത്മീയമായ ഒരു ഉയർച്ച ഉണ്ടാവാൻ നിങ്ങൾ ഏതേത് തരത്തിൽ ജീവിക്കണം, എന്തൊക്കെ ചേഞ്ചസ് ഇൻ യുവർ ലൈഫ് സ്റ്റൈൽ ഉണ്ടാക്കിയാലാണ് ആത്മീയമായിട്ട് നമുക്ക് ആധുനിക കാലഘട്ടത്തിൽ ഉയർച്ച ഉണ്ടാക്കാൻ സാധിക്കുക. ഇതൊക്കെ നമുക്ക് ജീവിച്ച് കാണിച്ചു തരാൻ അതിനു വേണ്ടിയിട്ടാണ് അവതാരമൂർത്തികൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കഥകളൊക്കെ നമ്മൾ പുരാണങ്ങളിലാണ് ഇവരുടെയൊക്കെ കഥകൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ കഥകളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഈ കഥകളിലൊക്കെ ഇവർ ഒരുപാട് മിറക്കിൾസൊക്കെ ചെയ്തതായിട്ട് പറയാം. നമുക്ക് സാധാരണ മനുഷ്യന് അല്ലെങ്കിൽ സാധാരണ ലോജിക്കിന് നിരക്കാത്ത കുറേ ഇവരിൽ ആരുടെ കഥകൾ എടുത്ത് നോക്കിയാൽ, ബൈബിൾ എടുത്ത് നോക്കിയാലും ഖുറാൻ എടുത്ത് നോക്കിയാലും മറ്റു പുരാണങ്ങൾ എടുത്ത് നോക്കിയാലൊക്കെ ഇവരൊക്കെ എന്തൊക്കെയോ മിസ്റ്റിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതായിട്ട് പറയുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ മാറ്റി വെച്ചാൽ
വെച്ചാൽ പോലും അവർക്കൊക്കെ അങ്ങനത്തെ ഡിവൈൻ പവേഴ്സ് അവർക്കുണ്ടായിരുന്നു എന്ന് പറയുന്നത് പലപ്പോഴും കുറച്ചൊരു എക്സാജറേഷൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. പ്രത്യേകിച്ച് പുരാണങ്ങളിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇതൊക്കെ ഒരു തത്വം നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പുസ്തകങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അത് മാറ്റി വെച്ചാൽ പോലും ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് നമുക്കൊരു തത്വം ഉൾക്കൊള്ളാനുണ്ടായിരുന്നു. അപ്പോൾ അതാണ് അവതാര പുരുഷന്മാരുടെ ഭാഗം. അവതാരം അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി വന്നിട്ടുള്ള, അവതാരം എന്നുള്ള വാക്കിന് അർത്ഥം തന്നെ അതാണ്. താഴേക്ക് ഇറങ്ങി വന്നിട്ടുള്ളത് മർത്യശിക്ഷണത്തിന് വേണ്ടിയാണ്. മർത്യാവതാരസ്യ മർത്യശിക്ഷണം. അപ്പോൾ അത് അവതാരമൂർത്തികളുടെ ഭാഗം. അപ്പോൾ അവരെ കണ്ട് അവരെ നമ്മൾ ഗുരുക്കന്മാരായിട്ട് മനസ്സിലാക്കി. രൂപവും ഭാവവും ഉള്ളതൊക്കെ ഗുരുക്കന്മാരാണ്. ഇവിടെ നമ്മുടെ ഇടയിൽ ജീവിച്ചിട്ടുള്ളവരൊക്കെ ഗുരുക്കന്മാരാണ്. ആ തരത്തിൽ ഈ ഹിന്ദുവിന് 33 കോടി ദൈവം ഉണ്ടെന്ന് പറയുമ്പോഴും നമുക്ക് വിഷമമില്ലാത്ത അതാണ്. കാരണം 33 കോടി ജനങ്ങളുണ്ടായിരുന്ന ഒരു കാലത്താണ് ഹിന്ദുവിന് 33 കോടി ദൈവം എന്ന് പറഞ്ഞത്. ഇപ്പോൾ ആണ് 7.7 ബില്യൺ ആൾക്കാർ ലോകത്ത് ജീവിക്കുന്നതുകൊണ്ട് അത്രയും ദൈവങ്ങളുണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കുഴപ്പമില്ല. കാരണം ഓരോ ജീവാത്മാവും അനന്തമായ പരമാത്മാവിൻ്റെ ഒരു ഭാഗമാണെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ ഓരോരുത്തരിലും എക്സ്പ്രസ് ചെയ്തിട്ടുള്ള ഡിവിനിറ്റിയുടെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. പക്ഷേ സ്റ്റിൽ എവ്രിബഡി ഈസ് എ പാർട്ട് ഓഫ് ദ ഡിവൈൻ. ആ ഭാഗത്തേക്ക് നമുക്ക് പിന്നെ വരാം, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. പക്ഷേ ഇതാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു തലം. ചരിത്ര പുരുഷന്മാരായിട്ട് നമ്മുടെ ഇടയിൽ ജീവിച്ച് ജീവിതം ഇതിൻ്റെ ചലഞ്ചസിൽ കൂടെ എങ്ങനെ ജീവിക്കണമെന്ന് പല ലെവലുകളിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളവരെയാണ് നമ്മൾ ഗുരുക്കന്മാരായിട്ട് വയ്ക്കുക, അല്ലെങ്കിൽ അവതാര പുരുഷന്മാരായിട്ട് വയ്ക്കുക. രണ്ടാമത് നമ്മളൊക്കെ അമ്പലത്തിൽ പോകുന്നവരാണ്. അപ്പം സാധാരണ ഒരു ഹിന്ദുവിനോട് എന്തിനാ അമ്പലത്തിൽ പോകുന്നതെന്ന് ചോദിച്ചാൽ, എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവിടെ ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു ആത്മബലം കിട്ടും, എൻ്റെ പ്രശ്നത്തിനൊരു എനിക്ക് പരിഹരിക്കാൻ വയ്യാത്ത കാര്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കി തരാനുള്ള ഒരു ശക്തിവിശേഷം ആ അമ്പലത്തിലുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നത് കൊണ്ടാണ് ഞാൻ അവിടെ പോകുന്നത്. പക്ഷേ അതിൻ്റെ മറുതലത്തിൽ ആൾക്കാർ ചോദിക്കും, അങ്ങനെ നിങ്ങൾ ദൈവം സർവ്വവ്യാപിയായിട്ടുള്ള ഒരു ശക്തിയാണെന്ന് വിചാരിക്കുകയാണെങ്കിൽ അത് അമ്പലത്തിൽ മാത്രമേ ഉള്ളൂ, അതെൻ്റെ വീട്ടിലിരുന്നാലും എനിക്ക് കിട്ടില്ലേ ആ ഒരു എനർജി? അപ്പോൾ അതിനുള്ള ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ, നമ്മൾ കാറ്റ് എല്ലായിടത്തും ഉണ്ട്, പക്ഷേ ഒരു ഫാനിൻ്റെ അടിയിൽ കാറ്റിന് ഭയങ്കര ശക്തിയുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു ക്ഷേത്രം യൂണിവേഴ്സലായിട്ടുള്ള ഒരു എനർജിയാണ് ഈശ്വരൻ എന്നുള്ള കാര്യത്തിന് അതാണ് ഹിന്ദുമതത്തിൻ്റെ കൺസെപ്റ്റ് ഓഫ് ഗോഡ്. അപ്പം നമ്മൾ ബ്രഹ്മൻ ആണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ബ്രഹ്മം ആണ് ഈശ്വരൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് സർവ്വവ്യാപിയായ ദ സുപ്രീം കോൺഷ്യസ് ഇൻ്റലിജൻസ് ഓഫ് ദ യൂണിവേഴ്സ്. അപ്പോൾ നമുക്കൊക്കെ ബുദ്ധിയുള്ളതുപോലെ ഈ ലോകത്തിനും ഈ അനന്തമായ ഈ നേച്ചറിനും അതിനെ നിയന്ത്രിക്കുന്ന ഒരു ബോധം, ഒരു ബോധ ചൈതന്യം ഈ നേച്ചറിനെ നിയന്ത്രിക്കുന്നുണ്ട്. ആ ബോധ ചൈതന്യത്തെയാണ് നമ്മൾ ഹിന്ദു ഈശ്വരനായിട്ട് കാണുന്നത്. അപ്പോൾ ആ ബോധ ചൈതന്യം എല്ലായിടത്തും ഉണ്ടല്ലോ, സർവ്വവ്യാപിയാണല്ലോ. അപ്പോൾ പിന്നെ എന്തിനാ അമ്പലത്തിൽ പോകുന്നത്? പക്ഷെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആ സർവ്വവ്യാപിയായ വായുവിനെ നമ്മൾ എങ്ങനെ ഒരു ഫാൻ എന്ന ഡിവൈസ് ഉപയോഗിച്ച് ഒരു സ്ഥലത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, അതേപോലെ യന്ത്രവും തന്ത്രവും മന്ത്രവും ഒക്കെ ഉപയോഗിച്ച് സർവ്വവ്യാപിയായ ഈ ഈശ്വരൻ എന്ന എനർജിയെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ ആ പവറിനെ നമ്മൾ ഒരു സ്ഥലത്തേക്ക് ഫോക്കസ് ചെയ്യുകയാണ്. അപ്പോൾ ഇനി അങ്ങനെ ആയാൽ അതാണ് ഈ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസിൻ്റെയൊക്കെ ഒരു കൺസെപ്റ്റ്. ഇതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നോർത്ത് ഇന്ത്യൻ ടെമ്പിൾസ്. അവിടെ എല്ലാവരും കൂടി ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയോ ഭജന ചെയ്യുകയോ ഒക്കെ ചെയ്യുന്ന എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ്. അതിനെ ഒരു എനർജി സെൻ്ററായിട്ട് അവർ കാണുന്നില്ല. അവർ കുറച്ചും കൂടി ഒരു ജ്ഞാനത്തിൻ്റെ മാർഗത്തിലാണ്. അപ്പോൾ തന്ത്രപ്രധാനമായ ക്ഷേത്രങ്ങളും ഈ ജ്ഞാനമാർഗത്തിലുള്ള ക്ഷേത്രങ്ങളും തമ്മിൽ ആ ഡിഫറൻസ് ഉണ്ട്. പക്ഷേ സൗത്ത് ഇന്ത്യൻ ടെമ്പിൾസിൽ ശരിക്കും അതിനെ നമ്മൾ എനർജി സെൻറ്റേഴ്സ് ആയിട്ടാണ് വെക്കാറ്. ആ എനർജി സെൻറ്റേഴ്സിൽ ഒരു വിഗ്രഹം വെച്ചിട്ട് ആ വിഗ്രഹത്തിലേക്ക് നമ്മൾ ഒരു എനർജി കൊടുത്ത് അതിനെ ഒരു എനർജൈസ്ഡ് ബോഡി, ആ എനർജൈസ്ഡ് ബോഡി ആയിട്ട് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നു. അപ്പോൾ അതാണ് ഈ പ്രാണപ്രതിഷ്ഠ എന്നുള്ള കൺസെപ്റ്റ്. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് സർവ്വവ്യാപിയായിട്ടുള്ള ആ ദേവചൈതന്യത്തെ ഒരു സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ആ ഒരു സ്ഥലത്ത് അതിനെ കൊണ്ടുവന്ന് അപ്പോൾ അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആ ദേവചൈതന്യത്തിന് ഒരു പ്രത്യേക ഭാവവും ഒരു പ്രത്യേക രൂപവും ഒരു പ്രത്യേക പേരും ഒക്കെ കൊടുത്താണ് നമ്മൾ ഓരോ ക്ഷേത്രത്തിലും വയ്ക്കുക. അപ്പോൾ അതൊക്കെയാണ് ഈ ശബരിമലയിൽ ഇപ്പോഴത്തെ ഈ ഡിസ്കഷനും ഒക്കെ തന്നെ. അപ്പോൾ ധർമ്മശാസ്താവരുടേത് ഭാര്യാസമേതനായിട്ടിരിക്കുന്നു, വേറൊരു സ്ഥലത്ത് ബാലകനായിട്ടിരിക്കുന്നു, ശബരിമലയിൽ യോഗിയായിട്ടിരിക്കുന്നു, സന്യാസിയായിട്ടിരിക്കുന്നു, അങ്ങനെ. അപ്പോൾ ഏത് സ്ഥലത്ത് ഇരുന്നാലും ഏത് സ്ഥലത്ത് നമ്മൾ വെച്ചാലും ആ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ ഈ പ്രാണപ്രതിഷ്ഠ നടത്തുന്ന തന്ത്രി ഒരു രൂപവും ഭാവവും ഒക്കെ ആ ഭഗവാന് തീരുമാനിക്കുകയും അവിടെ ഡേറ്റിയുടെ ആ മൂർത്തിയുടെ വാസസ്ഥലമാണ്. ആ വാസസ്ഥലം ഞങ്ങൾ ഇങ്ങനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്തോളാം എന്ന്
സമൂഹവും ആ മൂർത്തിയുമായിട്ടുള്ളൊരു കോൺട്രാക്റ്റാണ്. ഞങ്ങൾ അങ്ങയുടെ വാസസ്ഥലത്തെ ഇങ്ങനെയൊക്കെ നിലനിർത്തിക്കോളാം, അങ്ങ് ഇവിടെ ഇരിക്കണം എന്ന് നമ്മൾ ആ മൂർത്തിയോട് ആവശ്യപ്പെട്ട് അദ്ദേഹത്തെ അവിടെ ഇരുത്തുന്നതായിട്ടാണ് നമ്മുടെ ആ വിശ്വാസം. അപ്പോൾ ആ രീതിയിൽ പക്ഷേ നമ്മൾ ആ എനർജി ബോഡിയെ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അതിന് പറ്റിയ ഒരു എനർജി എൻവയൺമെൻറ്റും കൂടിയാണ് നമ്മൾ അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ അവിടെ പോകുന്ന ഒരാൾ, ഇപ്പം ഞാൻ പറഞ്ഞു ഒരേ മൂർത്തിയെ നമുക്ക് പലയിടത്ത് പല ഭാവത്തിലിരുത്താം. ഇപ്പം ഞാനെന്ന വ്യക്തിക്ക് എനിക്ക് ഒരമ്മയായിട്ട് ഒരിടത്തിരിക്കാം, ഒരു സഹോദരിയായിട്ട് ഒരു സമയത്തിരിക്കാം, ഒരു ഭാര്യയായിട്ടിരിക്കാം. അപ്പം ഞാൻ അമ്മയുടെ രൂപത്തിലിരിക്കുമ്പം എൻ്റെ കുട്ടിയായിട്ട് എൻ്റെ അടുത്ത് വന്നാലേ എന്നിലെ മാതൃത്വം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് ആസ്വദിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഞാനൊരു സാഹോദര്യ ഭാവത്തിലിരിക്കുമ്പോൾ ഒരു സഹോദരനായിട്ടോ സഹോദരിയായിട്ടോ എൻ്റെ അടുത്ത് വന്നാലേ എൻ്റെ ആ ഭാവം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. അപ്പോൾ ഈ അങ്ങോട്ട് ചെല്ലുന്ന ആളും ആ ഭാവത്തിന് അനുസൃതമായിട്ട് വേണം ഓരോ ക്ഷേത്രത്തിലും ദർശനം നടത്താൻ. അപ്പോൾ ഇനി ഈ മൂർത്തി എന്ന് പറയുന്ന ആളാണോ ദൈവം? അവിടെ ചെന്നിട്ട് ഈ മൂർത്തിയോട് എൻ്റെ കാര്യമൊക്കെ പറഞ്ഞാൽ സാധിക്കുമോ? അങ്ങനെയല്ല. അപ്പോൾ എന്തുകൊണ്ട് വിഗ്രഹം വിശേഷേണ ഗ്രാഹേതി ഇതി വിഗ്രഹം. അപ്പം ഈ സർവ്വവ്യാപിയായിട്ടുള്ള ഒരു ഈശ്വരനെ, ഇപ്പോൾ ഇതെന്താ ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ, ഒരു 5 വയസ്സുള്ള ഒരു കുഞ്ഞിനോട് ലോകം എന്താണ് ഒന്നൊന്ന് ഇമാജിൻ ചെയ്യാൻ പറയൂ. ലൈക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുക കുഞ്ഞിന് വലിയൊരു ലോകമുണ്ട്, ആ ലോകത്ത് കുറേ കോണ്ടിനെൻസ് ഉണ്ട്, അതിനിടയിലൊക്കെ വെള്ളം, കുറേ സമുദ്രങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ കൊച്ചു ബുദ്ധിയിൽ അതൊന്നും കയറില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുക? ഒരു ഗ്ലോബ് എടുത്ത് കുഞ്ഞിന് കാണിച്ചു കൊടുക്കും. അപ്പോൾ ആ ഗ്ലോബ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ വലിയ ലോകം അവൻ്റെ ചെറിയ ബുദ്ധിയിലേക്ക് ഒതുങ്ങുകയാണ് എന്ന് പറയുന്നത് പോലെ സർവ്വവ്യാപിയായ ഒരു ഈശ്വര ശക്തിയെ നമ്മുടെ ചെറിയ ബുദ്ധിയിലേക്ക് ഒതുക്കാനുള്ള ഒരു ശ്രമം മാത്രമാണ് ഈ വിഗ്രഹം കൊണ്ട് നമ്മൾ. അപ്പം ഒരു സർവ്വവ്യാപിയായ ഒരു ഈശ്വര ചൈതന്യമുണ്ട്, ആ ചൈതന്യം എന്നിലും ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ്, ആ ശക്തി എനിക്കുണ്ട്, ആ ശക്തിയിലേക്ക് എനിക്ക് ഉയരാൻ പറ്റും, ആ ആത്മചൈതന്യത്തെ എനിക്ക് ഉത്തേജിപ്പിക്കാൻ പറ്റും എന്ന് നമുക്ക് കാണിച്ചു തരുന്ന ഒരു സ്ഥലമാണ് അമ്പലം. എന്ന് മാത്രമല്ല, ആ ഉത്തേജിപ്പിക്കാനുള്ളൊരു ചെറിയ ട്രെയിനിങ്ങും കൂടെ നമ്മൾ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ആ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പ്രദക്ഷിണം വെക്കുന്നു. നമ്മൾ പ്രദക്ഷിണം വെച്ച് അകത്ത് ചെന്ന് മന്ത്രങ്ങൾ ചൊല്ലുന്നു. അകത്ത് ചെന്നാൽ പട്ടും പൂവും കൊട്ടും വാദ്യവും ഒക്കെ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റാണ് അതിനകത്ത് നിലനിർത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ നമ്മുടെ ശരീരത്തെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മന്ത്രങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ നമ്മുടെ മനസ്സിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. ഈ പട്ടും പൂവും കൊട്ടും വാദ്യവും പാട്ടും ഒക്കെ നമ്മുടെ സെൻസസിനെയാണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ തലത്തിലും, ശാരീരികമായിട്ടും മാനസികമായിട്ടും സെൻഷ്വൽ ലെവലിലും, ഇനി നമ്മുടെ ഗുണങ്ങളെ കൺട്രോൾ ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള കുറേ മെക്കാനിസംസ് ആ ഒരു ക്ഷേത്രത്തിൻ്റെ എൻവയൺമെൻറ്റിൽ. അതുകൊണ്ടാണ് ക്ഷേത്രം സത്യത്തിൽ ഒരു സ്പിരിച്വൽ ബാറ്ററി റീചാർജിങ് പ്ലേസ് ആണെന്ന് പറയുന്നത്. അതായത് നമ്മൾ ഓരോരുത്തരും നിത്യജീവിതം ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ നമ്മളെ കുറേയൊക്കെ നമ്മളെ തളർത്തും. നമുക്ക് എല്ലാം ഇതിങ്ങനെ ഡീൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക്, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലർക്കും എനിക്ക് അമ്പലത്തിൽ പോയപ്പോൾ ഒരു സമാധാനം കിട്ടിയെന്ന്. ആ സമാധാനം എന്ന് പറയുന്ന സംഭവം ഒരു അനന്തമായിട്ടുള്ളൊരു ശക്തിയുണ്ട്. ആ ശക്തിയെ ആ ശക്തിയിൽ നിന്ന് എനിക്ക് ശക്തി എടുക്കാൻ പറ്റും എന്നുള്ളൊരു അറിവാണ് നമുക്ക് അമ്പലത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്. ആ അറിവിൻ്റെ ബലത്തിലാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് വരുന്നത്. അപ്പോൾ വേറൊരാൾ വന്ന് നമ്മുടെ കാര്യം ചെയ്തു തരികയല്ല, നാളെ നമ്മൾ തന്നെയാണ് യു മേക്ക് ഇറ്റ് ഹാപ്പൻ. അപ്പോൾ ഈ അർത്ഥത്തിൽ തന്നെയാണ് ഈ ഗണപതിയുടെ കൺസെപ്റ്റ് നമുക്ക് മനസ്സിലാക്കാൻ. നമുക്ക് കുഞ്ഞുങ്ങളോട് എന്തിനാ ഗണപതിക്ക് ആനയുടെ തല എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പൊതുവെ എന്താ പറയുക? പണ്ട് ശിവൻ പാർവതി കുളിക്കാൻ പോയപ്പം ശിവനില്ലാതെ തന്നെ പാർവതി കുങ്കുമം കൊണ്ടൊരു കുഞ്ഞിനെ ഉണ്ടാക്കി. ശിവൻ വന്നപ്പോൾ ഈ കുട്ടി തടഞ്ഞപ്പോൾ ശിവൻ തല വെട്ടിക്കളഞ്ഞു, എന്നിട്ടൊരു ഹെഡ് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തി ട്രാൻസ്പ്ലാന്റ് ചെയ്തത് ആനയുടെ തലയായിരുന്നു എന്നൊക്കെ ഉള്ള ഒരു പൊട്ടക്കഥ നമുക്ക് പറയാം. പക്ഷേ സത്യത്തിൽ ഗണപതി ഒരു അവേക്കൻഡ് കോൺഷ്യസ്നെസ്സിൻ്റെ പ്രതീതിയാണ്. അതായത് നമ്മൾ ഓരോരുത്തർക്കും നമ്മളിലെല്ലാം ആ ബോധമുണ്ട്. അനന്തമായ ബോധത്തിൻ്റെ ഒരു ചെറിയ അംശം നമ്മളിലൊക്കെ ഉണ്ട്. അപ്പോൾ അനന്തമായ ബോധത്തെ നമ്മൾ പരമാത്മാവെന്ന് വിളിച്ചാൽ നമ്മളിൽ ഓരോരുത്തരിലും ഇരിക്കുന്ന ബോധത്തെ നമ്മൾ ജീവാത്മാവെന്ന് വിളിക്കും. അപ്പോൾ ആ ജീവാത്മാവിനെ ഉണർത്തിയാലേ, ആ ജീവാത്മാവിൻ്റെ അനന്തമായ ശക്തികളിലേക്ക് നമ്മൾ ഉയർന്നാലേ നമുക്ക് നമ്മുടെ കാര്യങ്ങളെ ഏറ്റവും ഇഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഉയർന്ന അല്ലെങ്കിൽ ഒരു അവേക്കൻഡ് കോൺഷ്യസ്നെസ്സിൻ്റെ പ്രതീതിയാണ് ഗണപതി. അപ്പോൾ എന്താ അദ്ദേഹത്തിനുള്ള ഒരു അവേക്കൻഡ് കോൺഷ്യസ്നെസ് ഉണ്ടെങ്കിൽ വലിയ ചെവി വേണം, നമുക്ക് ഒരുപാട് കേൾക്കാനുള്ള കഴിവ് വേണം, നമുക്ക് വലിയ വയറ് വേണം, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരുപാട് അറിവുകൾ സ്വാംശീകരിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം, നമുക്ക് ചെറിയ കണ്ണുകൾ വേണം, നമ്മൾ വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങളെ നിരീക്ഷിക്കാനുള്ള കഴിവ് വേണം. അപ്പോൾ ഇതൊക്കെ
നമുക്ക് ശക്തമായ കോൺസെൻട്രേഷൻ വേണം, ആനത്തല വേണം. അപ്പോൾ ഇതൊക്കെ ഉള്ള ഒരാൾക്ക് വിഘ്നങ്ങൾ ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഗണപതിയെ പൂജിക്കുന്ന ആൾക്ക് വിഘ്നങ്ങളില്ല എന്ന് പറയുന്നത്. ഒരുപാട് കോൺസെൻട്രേഷനുള്ള, ഒരുപാട് ഹിയറിംഗ് പവർ, ലിസണിങ് പവറുള്ള, ഒരുപാട് കാര്യങ്ങൾ അസിമിലേറ്റ് ചെയ്യാനും അത് വേണ്ട പോലെ ഉപയോഗിക്കാനും കഴിവുള്ള ഒരാളെ ജീവിതത്തിൽ ഒരു വിഘ്നവും തടയില്ല. അവൻ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാനുള്ള കരുത്തുണ്ടാവും. അപ്പോൾ ആ തരത്തിൽ ഓരോ ഈശ്വര ചൈതന്യം, ഓരോ ഫോമും, ഓരോ നാമരൂപവും നമ്മളിലെ ഒരു പർട്ടിക്കുലർ കേപ്പബിലിറ്റിയെ ഉയർത്താൻ വേണ്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പല ദേവിയുടെ ക്ഷേത്രങ്ങളിലും പോകുമ്പോൾ നമ്മൾ അമ്മയെന്ന് വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കുക. അപ്പോൾ അമ്മയെന്ന് വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ ഒരു ശിശുവിനെ പോലെ ആ ഭാവത്തിലാണ് പോവുക, ഒരു സറണ്ടേർഡ് മൈൻഡായിട്ടാണ് നമ്മൾ പോവുക. അപ്പോൾ ആ സറണ്ടറിങ് എന്നുള്ള നമ്മുടെ ആ ഒരു ഭാവത്തെയാണ്. ഇനിയിപ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ ഒരു ഭഗവാനിൽ നിന്ന് അടുത്ത ഭഗവാനിലേക്ക് നമ്മൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം മെയിൻ മൂർത്തിയെ പ്രാർത്ഥിക്കുന്നു, പിന്നെ ശിവനെ പ്രാർത്ഥിക്കുന്നു, കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു, ആരൊക്കെ ഉപമൂർത്തികളുണ്ടോ അവരെയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ ഒരു ട്രെയിനിങ് നമ്മുടെ മനസ്സിന് കൊടുക്കുന്നത് എന്താ വെച്ചാൽ, നമുക്ക് ഒരു കൺസെപ്റ്റിൽ നിന്ന് വിട്ട് വേറൊരു കൺസെപ്റ്റിലേക്ക് പിടിക്കാനുള്ള ഒരു കപ്പാസിറ്റിയാണത്. അതായത് നമ്മൾ ശിവനെ കാണുമ്പോൾ നമ്മളിൽ വരുന്ന ഒരു കൺസെപ്റ്റ് എന്താണ്, ഈ പാമ്പൊക്കെയുള്ള, ഭസ്മക്കുറിയൊക്കെയുള്ള ഒരു ശിവനിൽ നിന്ന് അടുത്ത ഓടക്കുഴലൊക്കെ പിടിച്ച് നിൽക്കുന്ന കൃഷ്ണനെ കാണുമ്പോൾ നമ്മുടെ മൈൻഡ് ഒരു വലിയൊരു പ്രതലമായിട്ടുണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരു സെക്ടറിൽ നിന്ന് വേറൊരു സെക്ടറിലേക്ക് അത് മൂവ് ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോരോ ചേഞ്ചിങ് ഫീൽഡ്സിലേക്ക് നമ്മുടെ മനസ്സിനെ മാറ്റുന്നത് വലിയൊരു ട്രെയിനിങ് ആണ്. കാരണം ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മളെപ്പോഴും നമുക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൽ കുരുങ്ങിക്കിടക്കാനുള്ളൊരു ടെൻഡൻസി ഉണ്ട് മനസ്സിൽ. നമ്മളെപ്പോഴും അതിൻ്റെ ചക്രത്തിൽ കിടന്ന് കറങ്ങും. അപ്പോൾ അതിൽ നിന്ന് മാറ്റി നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ചിന്തകളാണ്. അപ്പോൾ ആ ചിന്തകളെ നമുക്ക് മാറ്റണമെങ്കിൽ ഒരു ചിന്തയിൽ നിന്ന് വേറൊരു ചിന്തയിലേക്ക് പോകാനുള്ളൊരു കഴിവ് നമ്മുടെ മനസ്സിൽ ഇൻഹറൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ ആ കഴിവിനെ ഉണർത്തണമെങ്കിൽ നമുക്ക് വേഗം ഒരു തോട്ടിൽ നിന്ന് വേറൊരു തോട്ടിലേക്ക് മാറാൻ പറ്റണം. ആ ഒരു തോട്ടിൽ നിന്ന് വേറൊരു തോട്ടിലേക്ക് മാറാനുള്ളൊരു ട്രെയിനിങ് ആണ് ഈ ഉപദേവതാ പ്രതിഷ്ഠകളെല്ലാം. ഒരു കൺസെപ്റ്റിൽ നിന്ന് വേറൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ വേഗം മാറും. അപ്പോൾ ഈ തരത്തിലൊക്കെ ആണ് നമ്മളൊരു ക്ഷേത്രത്തെ ഉപയോഗിക്കേണ്ടത്. നമ്മുടെ ശരീരത്തെ പ്രചോദിപ്പിക്കാൻ, നമ്മുടെ മനസ്സിനെ പ്രചോദിപ്പിക്കാൻ, മന്ത്രങ്ങൾ ചൊല്ലാൻ, നമ്മുടെ ചിന്തകളെ ബ്ലോക്ക് ചെയ്യാൻ. മന്ത്രം ചൊല്ലുന്നതോറും നമ്മൾ ചിന്തകളെ ബ്ലോക്ക് ചെയ്യാൻ, ആവശ്യമായ ചിന്തകളെ, ആവശ്യമില്ലാത്ത ചിന്തകളെ മനസ്സിൽ നിന്ന് മാറ്റാനുള്ളൊരു കഴിവാണ് മന്ത്രം ചൊല്ലൽ. ചിന്തകളെ ബ്ലോക്ക് ചെയ്യാൻ, സെൻസസിനെ ഉത്തേജിപ്പിക്കാൻ, ഈ കോൺസെൻട്രേഷനെ മാറി ഒന്ന് വിട്ട് വേറൊന്നിലേക്ക് പിടിക്കാനുള്ളൊരു കഴിവ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാനാണ് സത്യത്തിൽ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നത്. അപ്പോൾ ക്ഷേത്രം ആ തരത്തിൽ വലിയൊരു ട്രെയിനിങ് പ്രോസസ്സാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ശബരിമല പോലൊരു ക്ഷേത്രത്തിൽ വേറൊരു ലെവൽ ഓഫ് ട്രെയിനിങ് ആണ് ശബരിമല പോലൊരു ക്ഷേത്രം നമുക്ക് തരുന്നത്. അപ്പോൾ ഹിന്ദുവിൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ, ഹിന്ദു ജീവിക്കുന്നത് മുക്തി നേടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ മുക്തി നേടണമെങ്കിൽ നമുക്ക് ഈ നമ്മുടെ പരിമിതികളെയെല്ലാം, നമ്മുടെ ലിമിറ്റേഷൻസിനെ എല്ലാം ഓവർകം ചെയ്യാൻ പറ്റണം. അപ്പം നമ്മുടെ പരിമിതികൾ ഏതൊക്കെ തലത്തിലാണെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് 18-ാം പടി. നമ്മുടെ ആദ്യത്തെ 5 പടി നമ്മുടെ ശരീരത്തിൻ്റെ പഞ്ചഭൂതങ്ങളാണ്, അതായത് നമ്മുടെ ശരീരത്തിൻ്റെ റെപ്രസെൻറ്റേഷനാണ്. അപ്പോൾ ആ പഞ്ചഭൂതങ്ങളെ നമ്മൾ തരണം ചെയ്യണം, അല്ലെങ്കിൽ ആ പഞ്ചഭൂതങ്ങളിലുള്ള ലിമിറ്റേഷൻസിനെ നമ്മൾ തരണം ചെയ്യണം. അതിനപ്പുറത്ത് അഷ്ടരാഗങ്ങളെ നമുക്ക് ഓവർകം ചെയ്യണം. കാമക്രോധ ലോഭമോഹ മത മാത്സര്യ അസൂയ ഡംബ്, അത് 8 എണ്ണം. അത് കഴിഞ്ഞാൽ ത്രിഗുണങ്ങളെ, എല്ലാവരിലും 3 ഗുണങ്ങളുണ്ട്. നമുക്കൊരു സാത്വിക ഭാവമുണ്ട്, നമുക്കൊരു രജോ ഗുണമുണ്ട്, നമുക്കൊരു തമോ ഗുണമുണ്ട്. അപ്പോൾ സാത്വിക ഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ്ലെസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവാണ് സത്വഗുണം. രജോ ഗുണം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഒരു വിറലൻറ്റ് വൈബ്രൻറ്റ് നേച്ചറാണ്. പക്ഷേ അതൊരു പ്രൊട്ടക്റ്റീവ്, അതിന് കുറച്ചൊരു നന്മയുണ്ട്. അറ്റ് ദ സെയിം ടൈം അത് പൂർണ്ണമായും നന്മയല്ല. അതിൽ കുറച്ചൊക്കെ ഒരു അഹങ്കാരവും ഒരു ഈഗോയും ഒക്കെ അതിനകത്തുണ്ട്. അതിന് താഴെയാണ് തമോ ഗുണം. ഒന്നിലും ഒരു താല്പര്യമില്ലായ്മ, ഒന്നിനും എനർജി ഇല്ലായ്മ, ആ രീതിയിലുള്ളതാണ് തമോ ഗുണം. അപ്പോൾ ഈ 3 ഗുണങ്ങളും അതിൻ്റെ കോമ്പിനേഷൻസുമാണ് എല്ലാ മനുഷ്യനും. ചില സമയത്ത് നമ്മൾ വളരെ സാത്വികരാണ്, ചില സമയത്ത് നമ്മൾ രജോ ഗുണപ്രധാനമാണ്, ചില സമയത്ത് നമുക്കൊന്നിനും ഇൻട്രസ്റ്റ് ഇല്ല, നമ്മൾ തമോ ഗുണപ്രധാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഗുണത്രയങ്ങളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണം. അതിൻ്റെ മേളിൽ നമുക്ക് യു ഹാവ് 2 ലെവൽസ് ഓഫ് ലിമിറ്റേഷൻസ് ഇൻ യുവർ ഇൻ്റലക്റ്റ്. അതാണ് വിദ്യയും അവിദ്യയും. അപ്പോൾ അതെന്താ, നമുക്ക് എന്തെങ്കിലും കാര്യമൊക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചൊരു പ്രൈഡ് ഉണ്ടാവാം, അതിനെക്കുറിച്ചൊരു അഹങ്കാരം, ഒരു ജാഡ ഉണ്ടാവാം. അവിദ്യ നമ്മുടെ ഒരു പരിമിതിയാണ്. നമുക്കൊരു കാര്യം അറിയില്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ചൊരു കോംപ്ലക്സ് ഉണ്ടാവും. അപ്പോൾ വിദ്യ ഉണ്ടെങ്കിലും അതൊരു പരിമിതിയാണ്, അവിദ്യയാണെങ്കിലും അതൊരു പരിമിതിയാണ്. അപ്പോൾ ഇതാണ് 18 പടി. 5 പഞ്ചഭൂതങ്ങൾ, അഷ്ടരാഗങ്ങൾ,
ഗുണത്രയങ്ങൾ, വിദ്യ, അവിദ്യ, ഇതിനെയെല്ലാം ഈ 18 എണ്ണവും തരണം ചെയ്ത് കഴിഞ്ഞ് അവിടെ ചെന്നാൽ തത്വമസി, നീയും ഈശ്വരനുമായിട്ട് വ്യത്യാസമൊന്നുമില്ല, നിന്നിലെ ഡിവിനിറ്റിയിലേക്ക് നിനക്ക് ഉയരാൻ സാധിച്ചു എന്നുള്ളതാണ് ശബരിമലയിൽ ഈ 18 പടി കടന്ന് നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ഭഗവാനെ റിയലൈസ് ചെയ്യുന്നു എന്ന് പറയുന്ന ഭഗവാനിൻ്റെ ഡിവിനിറ്റി ആയിട്ട് നമുക്ക് ചേരാൻ പറ്റുന്നു. അപ്പോൾ അതാണ് മുക്തി, അതാണ് മോക്ഷം. അപ്പോൾ ഹിന്ദുവിനെ സംബന്ധിച്ച് മുക്തി ആണ് നമ്മുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് മരിച്ച ശേഷം കിട്ടുന്ന ഒരു സാധനം അല്ല മുക്തി. നമുക്ക് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കിട്ടേണ്ട, അല്ല ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാപിക്കേണ്ട. അതുകൊണ്ടാണ് ജീവൻ മുക്തരായിട്ടൊക്കെ ചിലരെ പറഞ്ഞു. ഇവൻ അയ്യപ്പസ്വാമി പോലും അവിടെ സമാധിയിൽ പോയി ജീവൻ മുക്തനായി എന്നാണ് നമ്മുടെ വിശ്വാസം. അപ്പോൾ അത് കാണിച്ചു തന്ന ഒരു അവതാരമൂർത്തിയും കൂടിയായിരുന്നു അയ്യപ്പസ്വാമി. അപ്പോൾ അത് നമ്മുടെ മൂർത്തി സങ്കല്പം, അല്ലെങ്കിൽ ഈ ഡെയ്റ്റി എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പോൾ നമ്മൾ അവതാരങ്ങളെ പറഞ്ഞു, ഡെയ്റ്റിയെ പറഞ്ഞു. അപ്പോൾ ഈ ഡെയ്റ്റി ഞാൻ പറഞ്ഞതുപോലെ അനന്തമായ ലോകത്തെ ഒരു ചെറിയ ഗ്ലോബിൽ ഒതുക്കുന്നത് പോലെ അനന്തമായ ഈശ്വര ചൈതന്യത്തെ ഒരു ചെറിയ വിഗ്രഹത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അത് നിന്നിലുള്ള ആത്മചൈതന്യമാണെന്ന് നിന്നെ ഓർമ്മിപ്പിക്കാൻ കൂടിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പോയി ആ ദർശനം. അതുകൊണ്ടാണ് ദർശനത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഹിന്ദുയിസത്തിലുള്ളത്. നമ്മൾ പോയി അവിടെ കണ്ണടച്ച് പ്രാർത്ഥിക്കല്ല, ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് ദർശനം. അപ്പോൾ അതാണ് ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ഡെയ്റ്റി. പിന്നെ സത്യത്തിൽ ഇതൊന്നും അല്ല ഹിന്ദുവിൻ്റെ ഈശ്വരൻ, അല്ലേ? ഹിന്ദുവിൻ്റെ ഈശ്വരൻ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഇറ്റ് ഈസ് ദ സുപ്രീം കോൺഷ്യസ് ഇൻ്റലിജൻസ് ഓഫ് ദിസ് യൂണിവേഴ്സ്. എല്ലാ കല്ലിലും മണ്ണിലും പുല്ലിലും പൂവിലും പുഴുവിലും ഒക്കെ ഇരിക്കുന്ന ഒരു അനന്തമായ ബോധ ചൈതന്യം, അതാണ് നമ്മുടെ ഈശ്വരൻ. ഈ അനന്തമായ ബോധ ചൈതന്യത്തെയാണ് സത്യത്തിൽ നമ്മൾ മഹാവിഷ്ണു എന്ന കൺസെപ്റ്റിലൂടെ കാണിക്കുന്നത്. ആ മഹാവിഷ്ണുവിൻ്റെ സിംബോളിസം കൂടെ പറഞ്ഞു കഴിയുമ്പോൾ ഇത് വളരെ ക്ലിയർ ആവും. കാരണം നമ്മൾ മഹാവിഷ്ണുവിൻ്റെ പടം എടുത്ത് നോക്കിയാൽ അനന്തമായ ഒരു പാലാഴിയിൽ കണ്ണടച്ച് കിടക്കുന്ന യോഗനിദ്രയിൽ കിടക്കുന്ന ഒരാളാണ് മഹാവിഷ്ണു. ആ മഹാവിഷ്ണുവിൻ്റെ പൊക്കിൾ കുടിയിൽ നിന്ന് ഒരു താമരയിൽ ബ്രഹ്മാവിരിക്കുന്നു. ആ ബ്രഹ്മാവിന് 4 തലകളുണ്ട്. എന്നിട്ടോ ആ 4 തലകളിൽ നിന്ന് വേദമുണ്ടായി എന്ന് നമ്മൾ പറയുന്നു. ബ്രഹ്മാവ് ലോകസൃഷ്ടി ബ്രഹ്മാവിലൂടെ നടന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ എന്താ സത്യത്തിൽ അത്? ഈ അനന്തമായ ബോധ ചൈതന്യം, ഈ മഹാവിഷ്ണു ഈ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ലോകത്തിൻ്റെ പരമമായ സുപ്രീം കോൺഷ്യസ് ഇൻ്റലിജൻസിൻ്റെ പ്രതിനിധിയാണ്. ആ സുപ്രീം കോൺഷ്യസ് ഇൻ്റലിജൻസിൻ്റെ ഒരു ചെറിയ അംശമാണ് നമ്മൾ ഓരോരുത്തരും, ഒരു ജീവാത്മാവ്. അപ്പോൾ ജീവാത്മാവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബോധ ചൈതന്യം അത് യോഗനിദ്രയിലാണ്. എന്ന് വെച്ചാൽ അതിൽ ചിന്തകളില്ല, അത് ബോധമാണ്, പക്ഷെ അതിന് ആട്രിബ്യൂട്ട്സ് ഇല്ല. അതുകൊണ്ടാണ് കുറേ നിഷ്കളങ്കൻ, നിരാമയൻ, അങ്ങനെയുള്ള കുറേ വാക്കുകൾ രാമായണത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള. അപ്പം നേതി എന്നാണ് പറഞ്ഞത്. ഇതൊന്നുമല്ല, ഒരു വാക്കുകൾ കൊണ്ടും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ലാത്ത ആട്രിബ്യൂട്ട്ലെസ് ആയിട്ടുള്ള സുപ്രീം കോൺഷ്യസ്നെസ്സിനെയാണ് നമ്മൾ മഹാവിഷ്ണുവിനെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പക്ഷേ ആ മഹാവിഷ്ണുവിൻ്റെ പൊക്കിൾക്കുടിയിലിരിക്കുന്ന ബ്രഹ്മാവിന് 4 തലകളുണ്ട്. ആ 4 തലകൾ 4 തരം ചിന്തകളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അപ്പോൾ ആ 4 തരം ചിന്തകളുള്ളത് നമ്മൾക്ക് ഓരോരുത്തർക്കുമാണ്. നമുക്ക് ഓരോരുത്തർക്കുമുള്ള ചിന്തകളെ നമ്മൾ ഇമോഷൻ, ഇൻ്റലക്റ്റ്, ഈഗോ ആൻഡ് മെമ്മറീസ്, ഇതെല്ലാം കൂടെ ചേർന്ന് ആ 4 തരത്തിലുള്ള ചിന്തകളാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം. ആ തരത്തിലുള്ള ചിന്തകളുള്ള ഒരു മനസ്സിൽ നിന്നാണ് എല്ലാ ക്രിയേഷൻസും ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ലോകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത് അത്രയും ഒരു ക്രിയേറ്റീവ് മൈൻഡാണ്, ഒരു മൈൻഡ് ഓഫ് തോട്ട്സ് ആണ് ഈ ലോകത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ബ്രഹ്മാവ്. അപ്പോൾ ഈ ബ്രഹ്മാവിന്, അപ്പം നമ്മൾ ഓരോരുത്തരും ഈ പരമമായ ബോധ ചൈതന്യത്തിൻ്റെ പൊക്കിൾക്കുടിയിൽ നിന്നുണ്ടായ ഒരു ജീവാത്മാവാണെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നിന്നാണ് ഈ ലോകത്തെ മുഴുവൻ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് ബ്രഹ്മാവ് ക്രിയേറ്റഡ് ദ വേൾഡ് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഈ ലോകത്തെ മുഴുവൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പം ഈ ജീവാത്മാവിനുണ്ടാകുന്ന ഒരു പ്രശ്നം, അവനൊരു 5ാമത്തെ തല കിളുത്തു എന്നുള്ളൊരു സ്റ്റോറിയുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈഗോയാണ്. ആ ഈഗോയെ വെട്ടിക്കളഞ്ഞത് ശിവനാണ് എന്നാണ് ഒരു കഥ ഉള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഈഗോ ഇല്ലാതാവണമെങ്കിൽ നമുക്ക് തിരിച്ച് ഈ ഗ്ലോറിയസ് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. നമുക്കൊരു ബോധത്തിൽ നമ്മൾ ഈ ബോധ ചൈതന്യമാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ആ ഈഗോ മാറ്റി വെക്കണം. നമുക്കൊരു സറണ്ടേർഡ് മൈൻഡ് ഉണ്ടാകുമ്പോഴേ ഈശ്വരൻ്റെ തന്നെ ഒരു അംശമാണ് നമ്മൾ എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കി തരുന്ന, അല്ലെങ്കിൽ ഈ മെറ്റീരിയൽ വേൾഡ് നമ്മളിൽ നിന്ന്, അല്ലെങ്കിൽ മെറ്റീരിയൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ആ ഈഗോ നമ്മളിൽ നിന്ന് വെട്ടിക്കളയുന്ന ആളാണ് ശിവൻ. അതുകൊണ്ടാണ് പിനാകഹസ്തൻ, പിനാകി എന്ന് ഉള്ള പേര് ശിവനുള്ളത്. അപ്പോൾ അങ്ങനെ ശിവൻ ആ ഈഗോ എടുത്ത് കളഞ്ഞാൽ പിന്നെ എന്താ? പിന്നെ നമ്മൾ ഈ പൊക്കിൾക്കുടി ബന്ധം നമുക്ക് മനസ്സിലാവും. ഞാൻ പരമമായ ഈ ബോധചൈതന്യം തന്നെയാണെന്ന് മനസ്സിലാവും.
ആ പരമമായ ബോധ ചൈതന്യമാണ് നമ്മളെന്ന് നമ്മൾ തിരിച്ചറിയുന്നതാണ് തത്വമസി, അല്ലെങ്കിൽ ഈ അഹം ബ്രഹ്മാസ്മി എന്നൊക്കെ പറഞ്ഞ് ഞാനും ഈശ്വരനും ഒന്നാണ്. അപ്പോൾ ഞാനും ഈശ്വരനും ഒന്നാണെങ്കിൽ എന്നിലുള്ള ആ ഈശ്വരീയതയെ പുറത്തേക്ക് കൊണ്ടുവരാൻ എനിക്കെന്നും സാധിക്കണം. അപ്പോൾ ആ ഈശ്വരീയത ഇടയ്ക്കൊക്കെ നമ്മൾ ജീവിച്ച് വരുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ആവണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും അങ്ങനെയൊന്നും ആവാൻ നമുക്ക് പറ്റണില്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിലൊക്കെ പോയി നമ്മുടെ ഈ സ്പിരിച്വൽ എനർജി ഒന്ന് റീചാർജ് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ ഈ ഡിവിനിറ്റി. അപ്പം ഇതിനകത്ത് വേറൊരു ഭാഗമുണ്ട്. നമ്മൾ പറയും ചില ആൾക്കാരൊക്കെ സ്വാമിമാരൊക്കെ ത്രികാലജ്ഞാനികളാണെന്നൊക്കെ പറയും. അപ്പോൾ ഈ ലോകത്തിൻ്റെ പരമമായ അവയർനെസ്, ആ ഇൻ്റലിജൻസ് അത് അവിടെ ഉണ്ട്, അതെപ്പോഴും അവിടെ ഉണ്ട്. ആൻഡ് ഇറ്റ് ഈസ് അവൈലബിൾ ടു ഓൾ ഓഫ് us. നമുക്ക് ഓരോരുത്തർക്കും അതിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാൻ പറ്റണം. പക്ഷേ ആ ഇപ്പോൾ എല്ലായിടത്തും ഈശ്വരൻ ഉണ്ടെങ്കിൽ എനിക്കെന്താ ഈശ്വരൻ അനുഭവവേദ്യൻ ആകാത്തത് എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി അതാണ്. ഈശ്വരൻ അവിടെയുണ്ട്. പക്ഷെ നിങ്ങളെ എത്ര പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നിങ്ങളെ എത്ര തയ്യാറാക്കിയിട്ടുണ്ട് ഈശ്വരനെ അനുഭവിക്കാൻ. അപ്പോൾ ഈശ്വരൻ നിങ്ങൾക്ക് അനുഭവവേദ്യനാവുന്നില്ലെങ്കിൽ അത് നമുക്കുണ്ടാവേണ്ട ഒരു ചേഞ്ചാണ്. നമ്മൾ നമ്മുടെ എല്ലാ പരിമിതികളെയും, അത് ആ പരിമിതികൾ ശാരീരികമാവട്ടെ മാനസികമാവട്ടെ നമ്മുടെ ഗുണത്രയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാവട്ടെ നമ്മുടെ ഇൻ്റലക്റ്റായിട്ട് ബന്ധപ്പെട്ടതാവട്ടെ, ആ പരിമിതികളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റണം. ആ ഓവർകം ചെയ്യാനുള്ള ട്രെയിനിങ്ങിനെയാണ് നമ്മൾ സാധന എന്ന് ഹിന്ദുമതത്തിൽ പറയുന്നത്. അപ്പോൾ ഒരു സാധനാ ജീവിതം ജീവിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ ഒരു സാധനാ ജീവിതം ജീവിക്കുന്നത് വഴി ഈ ഈശ്വരീയതയിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉയരാൻ സാധിക്കട്ടെ. എല്ലാ അവതാര പുരുഷന്മാരെയും കണ്ട് നമുക്കതൊക്കെ പഠിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.